ഖുർആൻ മഹർ കൊടുക്കുന്ന ചില ചങ്ങാതിമാരുണ്ട് അല്ലെ. ഖുർആൻ മഹർ കൊടുക്കുന്ന ചില ചങ്ങാതിമാരുണ്ട്. ഇപ്പൊ ഇവിടെയൊക്കെ അങ്ങനെ ഉണ്ടെന്ന് അറിയില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഖുർആൻ മഹർ കൊടുത്തിട്ട് നീ പെണ്ണിട്ടും അള്ളാഹുവേ, എന്നിട്ട് രാത്രി വീട്ടില് DJ ഡാൻസ്. അള്ളാഹു കാത്തിരിശിക്കുമാറാവട്ടെ. ഖുർആൻ മഹർ കൊടുത്ത് പെണ്ണ് കെട്ടിയിട്ട് രാത്രി വീട്ടിൽ ഗാനമേള. അള്ളാഹു കാത്തിരിശിക്കുമാറാവട്ടെ. പൈസ ചെലവാക്കാൻ എടുത്തും പൈസ ചെലവാക്കിയില്ല, ഭയങ്കര പിശുക്കത്തരം കാണിച്ച്. എന്നിട്ട് റബ്ബേ രാത്രി പള്ളിയിലെ ഉസ്താദ് വരുമ്പോ ഫാത്തിമ ബീവിനെ പറ്റിയുള്ള പാട്ട്, ഉസ്താദ് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോ ഖദീജ ബീവിനെ പറ്റിയിട്ടുള്ള പാട്ട്, ഉസ്താദ് കൈ കഴുകിയിട്ട് ഇറങ്ങുമ്പോ റബ്ബേ പിന്നെ പാട്ടിന്റെ ട്യൂണും ശൈലിയും ഒക്കെ മാറി. അള്ളാഹു കാത്തിരിശിക്കുമാറാവട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ചില ആളുകളുണ്ട് കല്യാണത്തിന് റബ്ബേ അടച്ചവനെ സിനിമാ പാട്ടുകാരെയും ഗാനമേള പാട്ടുകാരെയൊക്കെ കൊണ്ടുവന്നിട്ട് ആടിത്തുള്ളി തിമിർക്കണ ചില ചങ്ങാതിമാർ. അള്ളാഹു കാത്തിരിശിക്കുമാറാവട്ടെ. ഞാൻ പറയാ, കല്യാണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ബറക്കത്താക്കപ്പെട്ട ദിവസം അല്ലെ. നിക്കാഹ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ബറക്കത്താക്കപ്പെട്ട ദിവസം. ആ ദിവസം നിങ്ങൾ എന്ത് കോമാളിത്തരങ്ങൾ കാണിച്ചാലും അത് ബാധിക്കണം നിങ്ങളുടെ കൂട്ടുകാരെന്നല്ല, നിനക്കും നിന്റെ ഭാര്യയ്ക്കും. അള്ളാഹു കാത്തിരിശിക്കട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാവട്ടെ.